അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈസി ആയിട്ടുള്ള ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ടുള്ള ഒരു മസാല മുട്ടൻ്റെ റെസിപ്പി വേണമാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ. അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിൽ സവാള, പച്ചമുളക്, വേപ്പില ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ കരിഞ്ഞ് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല കരിയാൻ പാടില്ല, ചെറുതായി ഒന്ന് വഴറ്റി കിട്ടാനേ പാടുള്ളൂ. തന്നെ അതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു കുരുമുളക് പൊടി മറന്നു പോയതായിട്ട് ചേർക്കാൻ. നെക്സ്റ്റ് എല്ലാതും ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 3 മുട്ട അല്ലെങ്കിൽ 2 മുട്ട നമ്മൾ ആവശ്യത്തിന് കോഴിമുട്ട എടുത്തിട്ട് അതൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് അത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മസാലയുടെ ടോപ്പിലായിട്ട് ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. ദെൻ ആവിയിൽ അതൊന്ന് വെന്ത് വന്നൊന്ന് നമ്മൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ചെക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്ത് അപ്പോൾ തന്നെ നമുക്കത് എടുത്തിട്ട് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. ചോറിന് വേറെ ഒരു കൂട്ടാനല്ലെങ്കിൽ ഈ ഒരൊറ്റ മുട്ട ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ചോറ് കഴിക്കാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിലും ഒരു സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് അറിയിക്കുക. ബൈ.